കൂത്തുപറമ്പ് പൂക്കോട് ഇനി ഹരിത ടൗൺ. പാട്യം പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ പൂക്കോട് ടൗണിനെ ഹരിത ടൗണായി പ്രഖ്യാപിച്ചു. പ്രഖ്യാപന ചടങ്ങ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KP പ്രദീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ഇവിടെ സന്നിഹിതരായിട്ടുള്ള ജനപ്രതിനിധികൾ KP സദാനന്ദൻ, PC പ്രസീതകുമാരി, ഇവിടെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പ്രിയമുള്ള സഹോദരി സഹോദരന്മാർ, ഇന്ത്യയുടെ ചരിത്രത്തിൽ കേരളം വീണ്ടും സ്ഥാനം പിടിക്കാൻ പോകുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു മഹത്തായിട്ടുള്ള കാര്യം ഈ മാസം 30-ാം തീയതി നടക്കാൻ വേണ്ടി പോവുകയാണ്. മാലിന്യമുക്ത നവകേരളം എന്നുള്ള നിലയിൽ നമ്മുടെ സംസ്ഥാനം മാറുന്നതിൻ്റെ പ്രഖ്യാപനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപിക്കാൻ പോകുന്നതിൻ്റെ മുന്നോടിയായിട്ടാണ് നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ വിവിധ സ്ഥാപനങ്ങളും വിവിധ പ്രദേശങ്ങളുമെല്ലാം ഇതുപോലെ മാലിന്യമുക്ത പ്രദേശങ്ങളായിട്ട് പ്രഖ്യാപിക്കപ്പെടുന്നു. പൂക്കോട് മഹാത്മാഗാന്ധി വായനശാലയിൽ നടന്ന പ്രഖ്യാപന ചടങ്ങിൽ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുഹമ്മദ് ഫായിസ് അരുൾ അധ്യക്ഷനായി. പഞ്ചായത്ത് സ്പെഷ്യൽ HI N കമല, ശുചിത്വ മിഷൻ RP സുരേഷ് കുമാർ, T സുജാത, K വത്സൻ, ദിനേശൻ, അനുരാഗ് പാലേരി, റനീഷ്, വത്സൻ തുടങ്ങിയവർ സംബന്ധിച്ചു. പൂക്കോട് ടൗണിനെ ഹരിത ടൗണാക്കി മാറ്റുന്നതിനായി നിരവധി ശുചീകരണ യജ്ഞ പ്രവർത്തനങ്ങളാണ് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടത്തിവരുന്നത്. പൂക്കോട് ടൗണിലെത്തുന്നവരെ ആകർഷിപ്പിക്കുന്ന തരത്തിൽ പൂച്ചട്ടികളിൽ വ്യത്യസ്തമാർന്ന പൂച്ചെടികളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. പൂക്കോട് ഗ്രാമീണ ബാങ്കിന്റെ പൊതുനിർമ്മാണ ഫണ്ടിൽ നിന്നുമാണ് പൂച്ചെടി ചട്ടികൾ പഞ്ചായത്തിന് ലഭ്യമാക്കിയത്. ടൗണിലെ കച്ചവടക്കാരാണ് പൂച്ചെടികളുടെ പരിപാലനം നടത്തിവരുന്നത്. കൂടാതെ ശുചീകരണ യജ്ഞത്തിന്റെ ഭാഗമായി ടൗണിൽ വേസ്റ്റ് ബിന്നുകളും സ്ഥാപിച്ചിട്ടുണ്ട്. പൂക്കോട് ടൗണിനെ കൂടുതൽ സൗന്ദര്യവൽക്കരിക്കുന്നതിനായി പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നമ്മുടെ പൂക്കോട് എന്ന പേരിൽ വാട്സപ്പ് ഗ്രൂപ്പ് പ്രവർത്തിച്ചു വരുന്നുണ്ട്. ഗ്രാമിക ന്യൂസ്, കൂത്തുപറമ്പ്.